എല്ലാവർക്കും നമസ്കാരമുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് വെള്ളിയാങ്കല്ലിലാണ്. 2 മഴ പെയ്യുമ്പോഴേക്കും വെള്ളം നിറയുന്ന ഞങ്ങളുടെ വെള്ളിയാങ്കല്ല് ഒട്ടും വെള്ളമില്ലാണ്ടിരുന്നിരുന്നതാണ്. ഇപ്പോൾ 2 മഴ പെയ്തപ്പോഴേക്കും വെള്ളമൊക്കെ അടിപൊളിയായിട്ട് നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വണ്ടി നിർത്തിയിട്ട് നമുക്ക് വിഷ്വലും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇത് റെഗുലേറ്റർ കം ബ്രിഡ്ജാണ്. പിന്നെ ഞങ്ങൾ മെയിനായിട്ട് ഇവിടെ വരുന്നത് പാലം കാണാൻ വേണ്ടി മാത്രമല്ല, ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ 2 കടകളുണ്ട്. ഒരു ചായക്കടയുണ്ട്, ഒരു സർബത്ത് കടയുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അത് ഈ വെള്ളിയാങ്കല്ല് എന്ന് പറഞ്ഞ സ്ഥലം ഉള്ളത് തൃത്താല എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. ഇവിടെ ഈ പാലം മാത്രമല്ല, ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ പാലത്തിനോട് ചേർന്നിട്ട് തന്നെ ഒരു പൈതൃക പാർക്കും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ പാർക്കിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊന്നും ഞാൻ കാണിക്കുന്നില്ല. ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് മഴ പെയ്തു, ഞങ്ങൾ ഇവിടുത്തെ ഷട്ടറൊക്കെ തുറന്നെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ വെള്ളത്തിൻ്റെ ആ ഒരു ഒഴുക്കും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇഷ്ടംപോലെ ആൾക്കാരിവിടെ വരലുണ്ട് കേട്ടോ. ഈവനിങ്ങിന് ഇവിടെ ഫുൾ ടൈം തിരക്കായിരിക്കും, എപ്പോൾ വന്നാലും ആൾക്കാരായിരിക്കും. ഒരു സൈഡ് ഫുള്ള് വെള്ളം കെട്ടി നിർത്തിയിരിക്കുകയാണ്. അത്യാവശ്യം ഷട്ടറുകൾ തുറന്നിട്ടുണ്ട് കേട്ടോ, വരിയായിട്ട് ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. വെള്ളത്തിൻ്റെ ആ ഒഴുക്ക് കാണാൻ തന്നെ നല്ല രസമാണ്. ഇപ്പുറത്തെ സൈഡിലും അത്യാവശ്യം വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ, കാരണം ഷട്ടറൊക്കെ കുറച്ചേ തുറന്നിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ വന്ന് നിൽക്കാൻ നല്ല രസമാണ്. മഴയുള്ള സമയത്ത് ഇവിടെ വന്ന് നിൽക്കാൻ അടിപൊളി ഒരു വൈബ് തന്നെയാണ് കേട്ടോ, പ്രത്യേക ഒരു വൈബാണ്. അപ്പം ഇനി ഞങ്ങൾ പോകുന്നത് നേരെ ചായക്കടയൊക്കെയാണ് കേട്ടോ. ഇവിടെ വന്നിട്ട് ഞങ്ങൾ സ്ഥിരമായിട്ട് ചായ കുടിച്ചിരുന്നൊരു കടയുണ്ട്. ടീ പോട്ട് എന്നാണ് ചായക്കടയുടെ പേര് കേട്ടോ, ടീ പോട്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞങ്ങൾ മിക്ക സമയത്തും ഇവിടെ ഈവനിങ്ങിന് വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന ചായക്കടയിൽ കയറിയിട്ടാണ് ചായ കുടിക്കുക. ഇവിടെ നല്ല ചൂടുള്ള സ്നാക്സും കാര്യങ്ങളും ഒക്കെ കിട്ടും. അപ്പം ഞങ്ങൾ എപ്പോൾ വന്നാലും ഇവിടെ വന്നിട്ടാണ് ചായ കുടിക്കാറുള്ളത്. അപ്പോൾ ഞങ്ങളെല്ലാവരും നേരെ ചായ കുടിക്കാൻ അകത്തേക്ക് കയറുകയാണ്. അപ്പോൾ അവരെ ചായ കുടിക്കാൻ അവിടെ ഇരുത്തിയിട്ട് ഞാൻ നേരെ പോയത് നമ്മളെ തൊട്ടടുത്ത് തന്നെ സർബത്ത് ഷെഫീഖ് എന്ന് പറഞ്ഞിട്ടൊരു കടയും കൂടെ ഉണ്ട് കേട്ടോ. ഷെഫീഖിനെ കുറിച്ച് ആധികാരികമായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല, കാരണം ഷെഫീഖിനെ എല്ലാവർക്കും അറിയാം. ഷെഫീഖ് ഒരുപാട് വെറൈറ്റി സർബത്തുകൾ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു താരം കൂടെയാണ് ഷെഫീഖ്. അപ്പോൾ ഷെഫീഖിനെ കുറിച്ച് നമുക്ക് ആധികാരികമായിട്ട് പറയേണ്ട കാര്യമില്ല. വെള്ളിയാങ്കല്ല് വരുന്നവർ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യേണ്ട 2 കടയാണ്. ഒന്ന് സർബത്ത് ഷെഫീഖിൻ്റെ കടയും ഈ ടീ പോട്ടും. തിരിച്ച് ഞാൻ വരുമ്പോഴേക്കും ഞങ്ങൾ ഓർഡർ ചെയ്ത ചായയും പലഹാരങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും അവരെ കൂടെ ജോയിൻ ചെയ്ത് ഞങ്ങൾ ചായയോടെയും കാര്യങ്ങളൊക്കെ തുടങ്ങിയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഈ പരിസരത്ത്, അതായത് ചാലിശ്ശേരി, കൂറ്റനാട്, തൃത്താല പരിസരത്ത് ഞങ്ങൾക്ക് പെട്ടെന്നൊന്ന് പുറത്ത് പോകണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യം വരുന്ന സ്ഥലം ഈ വെള്ളിയാങ്കല്ല് സ്ഥലത്ത്, ഈ ഭാഗത്തേക്കാണ്, ഈ വെള്ളിയാങ്കല്ലിലേക്കാണ് ഞങ്ങൾ വരിക. ഇവിടെ ഈ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് സൺഡേസിൽ എല്ലാവരും ഇങ്ങോട്ട് തന്നെയാണ് വരലുണ്ടത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെക്കും ബൈ ബൈ.